നമ്മളോട് അള്ളാഹു പറയുകയാണ് വശംസി, സൂര്യൻ ഒരു പഠന വിഷയമാണ്. സൂര്യൻ ഒരു പഠന വിഷയമാണ്. അള്ളാഹുവിൻ്റെ കയ്യിലെ കളിപ്പാവയാണ്. അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് വിധേയമായി ചരിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഒരു ഘടകം മാത്രമാണ്. അതിനെ ദൈവമാണെന്ന് പറയുന്നവർക്ക് അതിലെ ദിവ്യത്വത്തിൻ്റെ എന്തെങ്കിലും ഒരംശം അതിലുണ്ടെന്ന് തെളിയിക്കാനാകുമെങ്കിൽ അത് പറയാൻ പറ്റൂ. മനുഷ്യ ജീവിതത്തിൻ്റെ സാരാംശങ്ങളെ നിയന്ത്രിക്കുന്നതിൽ, ഭാഗധേയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സൂര്യനൊരു ഇടപെടലുണ്ട്. ആ സൂര്യൻ്റെ ഇടപെടൽ സ്വന്തമല്ല. സൂര്യൻ്റെ ഇടപെടലിനെ സൂര്യനിലൂടെ അള്ളാഹു നമ്മുടെ ജീവിതക്രമത്തിൻ്റെ താളത്തെ അള്ളാഹു സംവിധാനിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സൂര്യനെ ആരാധിക്കരുത്. പ്രത്യക്ഷത്തിൽ സൂര്യനാണ് നിങ്ങളിൽ ഇടപെടുന്നത്. പക്ഷെ സൂര്യനല്ല യഥാർത്ഥത്തിൽ ആ ഇടപെടൽ ശക്തി. സൂര്യനെ ഇടപെടിയിക്കുന്ന ശക്തി അള്ളാഹുവാണ്. ലാ തസ്ജുദൂ ലിശംസ് വലാ ലിൽ ഖമർ. നിങ്ങൾ സൂര്യനെ ആരാധിക്കരുത്, സുജൂദ് ചെയ്യരുത്. യാത്രാക്കുറിപ്പുകളിൽ എനിക്ക് തോന്നുന്നു എസ് കെ പൊറ്റക്കാടാണോ എന്നറിയില്ല, മലയാളത്തിലെ പ്രമുഖനായ ഒരു യാത്രക്കാരൻ, ഒരു യാത്രാ സാഹിത്യകാരൻ ഒരിക്കൽ പറയുകയുണ്ടായി, കാട്ടിൽ ജീവിക്കുന്ന വനവാസികൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടു. അവരുടെ തലയ്ക്ക് മുകളിലൂടെ വിമാനം കടന്നു പോകുമ്പോൾ അവൾ വളരെ ഭക്തിയോടുകൂടി അതിന് നേരെ കൈകൂപ്പുന്നു എന്ന് പറഞ്ഞു. വിമാനാരാധനയാണത്. കാരണം എന്താ? അതിൻ്റെ പിന്നിൽ ഒന്നും പ്രവർത്തിക്കാതെ ആകാശത്തിലൂടെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ കടന്നു പോകുന്ന വിമാനം അവർക്ക് ദൈവമായത് എങ്ങനെയോ അങ്ങനെയാണ് തലയ്ക്ക് മുകളിലൂടെ ഉദിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ നാട്ടുജാതിക്കും ദൈവമായത്. അത്രേ ഉള്ളൂ. കാരണം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വിമാന ദൈവം അവരുടെ ദൈവമാണത്. അതുപോലെ തന്നെ ഇതുപോലെ കടന്നു പോകുന്ന സൂര്യൻ ഈ വിഡ്ഢി പരീക്ഷകൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു നമുക്ക് നമ്മുടെ ഈമാനിന് തന്ന മധുരം എത്ര വലുതാണ്. സ്വലാത്തുൽ ഇഷ്റാഖ് ഹത്താ ഇദാ ശംസുൻ ബദത് കറുമൈഹിന സല്ലാലി ഇഷ്റാഖിൻ വഖുർആനൻ തലാ. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം, മലയാളക്കര കണ്ട ഏറ്റവും മഹാനായ പണ്ഡിതൻ, കർമ്മശാസ്ത്ര ലോകത്തെ ഒരു സാമ്രാട്ട്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗ്രന്ഥമുണ്ട്, തസവൂഫിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേര് അദിക്കിയ എന്നാണ്. അദ്ദേഹം ഒരു മനുഷ്യ ജീവിതത്തെ ആത്മീയമായി മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നു, അവൻ്റെ പ്രഭാതം തുടങ്ങുമ്പോൾ സുബഹി നമസ്കാരാനന്തരം ഇഷ്റാഖ് നമസ്കരിക്കണം എന്ന്. ഹത്താ ഇദാ ശംസുൻ ബദത് കറുമൈഹിന, സൂര്യൻ ഒരു 2 കുന്തപ്പാട് ഉയരത്തിലേക്ക് ഉദിച്ചുയർന്നാൽ, അതാണ് അതിൻ്റെ സമയം പറയുന്നത്. അതാണ് ഇഷ്റാഖ്. അത് ളുഹയല്ല, അത് ഇഷ്റാഖാണ്. അതായാൽ സല്ലാലി ഇഷ്റാഖിൻ, അവൻ ഇഷ്റാഖ് നമസ്കരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം, മാനവരാശിയുടെ മാർഗദർശനമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഉള്ളറകളെയും സ്പർശിക്കുന്നതിന് പരിശുദ്ധമായ ഖുർആനിൻ്റെ അപാരമായ അതിൻ്റെ അറിവുകളെ നാം തൊട്ടറിയുക എന്നത് മാത്രമാണ് ഒരു പരിഹാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ ഓരോ സൂറകളും നാം ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിട്ടല്ലാതെ നമുക്ക് ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങാൻ യഥാർത്ഥത്തിൽ അവകാശം തന്നെ ഇല്ല എന്നതാണ് പരമാർത്ഥം. അള്ളാഹു നമ്മോട് സംസാരിക്കുന്ന, അള്ളാഹുവിൻ്റെ ഒരു മാർഗരേഖ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കെ, അതുമാത്രം കാണാതെ കേൾക്കാതെ അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിച്ചുവിടാതെ നാം ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുകയും ശേഷം അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുക എന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യത്തോട് നാം കാണിക്കുന്ന കടുത്ത അനീതിയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ നാം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ കഴിഞ്ഞ നാളുകളിൽ നാം കുറേ സൂറകളിലൂടെ നാം കടന്നു വരികയായിരുന്നു. സൂറത്തുൽ ഫജ്റിലൂടെയും അതുപോലെ സൂറത്തുൽ ബലദിലൂടെയുമെല്ലാം നാം സഞ്ചരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് സൂറത്തു ഷംസിലാണ്. സൂറത്ത് ഷംസ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നമുക്കൊക്കെ സുപരിചിതമായ ഒരു സൂറയാണ്. സാധാരണഗതിയിൽ പലരും പാരായണം ചെയ്യാറുള്ളതുമാണ്. ഒരുവിധമൊക്കെ അല്പം വലിയ സൂറകൾ പരിചയമുള്ളവർ സൂറത്ത് ഷംസൊക്കെ പഠിക്കുകയും അത് പരിശുദ്ധമായ നമസ്കാരത്തിൽ പാരായണം ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കാറുള്ളത് നമുക്കറിയാം. എന്താണ് യഥാർത്ഥത്തിൽ ആ സൂറ നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് അല്പം ചിന്തിക്കാനാണ് ഇന്നത്തെ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. അള്ളാഹു നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മോട് പറയുന്ന കാര്യങ്ങളെ മറ്റെന്തിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം.
നാം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിൽ ആ പാർട്ടിയുടെ ഏറ്റവും സുപ്രീം ലീഡർ നമ്മോടെന്ത് പറയുന്നു എന്ന് തീർച്ചയായും കാതോർക്കാത്ത ഒരു പാർട്ടി പ്രവർത്തകനും ഉണ്ടാവുകയില്ല. നാം ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രവർത്തകനാണെങ്കിൽ, അണിയാണെങ്കിൽ, അനുയായിയാണെങ്കിൽ നമ്മുടെ സുപ്രീം ലീഡർ എന്താണ് നമ്മോട് പറഞ്ഞത് എന്നത് അത് സാരമില്ല എന്ന് വിചാരിച്ച് നാം അവഗണിക്കാറില്ല. എന്താണ് പറഞ്ഞത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും കേട്ടിട്ടല്ലാതെ ഒരച്ചടക്കമുള്ള ഒരനുയായിയും ഒരു പാർട്ടിയാകട്ടെ, സംഘടനയാകട്ടെ, എന്തിലാകട്ടെ നമുക്ക് മുന്നോട്ട് പോകാനാവുകയില്ലെന്നതൊരു സത്യമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് അള്ളാഹുവിൻ്റെ അബ്ദാണ്, അടിമയാണെന്ന് അവകാശപ്പെട്ടിട്ടും നമുക്കത് കേൾക്കാനോ അറിയാനോ ആഗ്രഹമില്ലാതെ പോകുന്നെങ്കിൽ അത് വമ്പൻ കുറവാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ സൂറത്തു ഷംസിലൂടെ നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കല്പം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനായ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ആണ് ഏത് സൂറത്തും എന്നതുപോലെ ഈ സൂറത്തും പ്രാരംഭം കുറിക്കപ്പെടുന്നത്. അള്ളാഹു ഈ സൂറത്തിൽ കഴിഞ്ഞ സൂറകളിൽ എന്ന പോലെ ഈ സമീപ സൂറത്തുകളൊക്കെയും അള്ളാഹു പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ പ്രതീകങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ചില ആന്തരിക യാഥാർത്ഥ്യങ്ങളെ, അത് ചിലത് പ്രാപഞ്ചികമാണ്, വേറെ ചിലത് ചരിത്രപരമാണ്, വേറെ ചിലത് ആത്മീയമാണ്, മാനസികമാണ്, ഇങ്ങനെയെല്ലാം ഉള്ള ഈ പ്രകൃതി വ്യവസ്ഥിതിയിൽ നമ്മുടെ ശ്രദ്ധ കടന്നു ചെന്നിട്ടില്ലാത്ത ചില തലങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന അതിശയകരമായ ആശയങ്ങളെയാണ് ഈ സൂറകൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുകയാണ്. സൂറത്തുൽ ഫജ്റിലൂടെ അള്ളാഹു വൈരുദ്ധ്യങ്ങളെ പ്രതീകവൽക്കരിച്ചു എന്ന് ഞാൻ പറയുകയുണ്ടായി. പകല്, പ്രഭാതം, പ്രദോഷം, രാവ്, പകല്, ഒറ്റ, ഇരട്ട എന്നൊക്കെയുള്ള ബിംബങ്ങളെ, പ്രതീകങ്ങളെ പടച്ചതമ്പുരാൻ മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് പ്രകൃതിയുടെ ഒരു യാഥാർത്ഥ്യമാണ്. വൈരുദ്ധ്യാത്മക പ്രപഞ്ചം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പ്രപഞ്ചത്തിലെ വൈരുദ്ധ്യാത്മകതയെ പരീക്ഷണ വിധേയമാക്കിയിട്ടുള്ള, ഗവേഷണ വിധേയമാക്കിയിട്ടുള്ള ഒരുപാട് പ്രകൃതി ഗവേഷകന്മാരുണ്ട്. പ്രകൃതിയെ പഠിച്ച ആളുകൾ ഈ ലോകത്തെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വൈരുദ്ധ്യാത്മകവാദം ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മതത്തിൻ്റെ ആളുകളല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൻ്റെ പ്രതിനിധികൾ ഈ ലോകത്തെ വൈരുദ്ധ്യാത്മക ദർശനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നാണ് അവരുടെ പ്രത്യയശാസ്ത്രത്തെ അവർ തന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പ്രകൃതി വൈരുദ്ധ്യങ്ങളാൽ സംഗമിച്ചതാണ്. വൈരുദ്ധ്യങ്ങളുടെ സംഗമഭൂമിയാണ് ഈ പ്രകൃതി. ഈ വൈരുദ്ധ്യങ്ങളുടെ സമഞ്ജസമായ സംയോജനത്തിലും സമ്മേളനത്തിലുമാണ് പ്രകൃതിയുടെ നിലനിൽപ്പ് എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒടുവിൽ വരുന്ന ഈ സൂറകളിലൂടെ ഈ സൂറത്തിനെ ചില ആളുകൾ ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും സൂറകൾ എന്ന് പോലും പരാമർശിക്കാറുണ്ട്. ഇരുളും വെളിച്ചവും പ്രതീകമാക്കുകയാണ് അള്ളാഹു. അങ്ങനെ അള്ളാഹു സംസാരിക്കുന്ന സൂറകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു ഷംസ്. അള്ളാഹു പറയുന്നു, വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ. അള്ളാഹു പറയുകയാണ്, വശംസി, സൂര്യനാണ് സത്യം. നേരത്തെ സംസാരിച്ചിടത്തൊക്കെ ഇത്തരം വൈരുദ്ധ്യങ്ങളെ അള്ളാഹു കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇരുളിൻ്റെ വെളിച്ചത്തിൻ്റെ, ഇനി അങ്ങോട്ട് വരുന്ന സൂറകളും അങ്ങനെ തന്നെ വരും. വല്ലൈലി ഇദാ യഗ്ഷാഹ വദ്ദുഹാ വല്ലൈലി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വൈരുദ്ധ്യങ്ങളെ, ഇരുളിൻ്റെ വെളിച്ചത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് വൈരുദ്ധ്യാത്മക പ്രപഞ്ചത്തിലെ ചില അനുഭവങ്ങളെ, അതിശയങ്ങളെ, നിഗൂഢതകളെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരികയും അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ ആനയിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വശംസി, സൂര്യനാണ് സത്യം, വദുഹാഹ, അതിൻ്റെ പ്രകാശവും തന്നെ സത്യം. സൂര്യനും സൂര്യപ്രകാശവും തന്നെ സത്യം. സൂര്യനും സൂര്യപ്രകാശവും. സൂര്യനൊരു പ്രതിഭാസമാണ്, സൂര്യൻ്റെ പ്രതിഭാസം വേറൊരു പ്രതിഭാസമാണ്. ലുഹാ എന്ന് പറയുന്നത്, ലുഹാ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇസ്ലാമിലെ ഫർളായ നമസ്കാരങ്ങൾക്ക് അപ്പുറത്ത്, ഫർളായ നമസ്കാരങ്ങൾ നമുക്കറിയാം, ലുഹർ അറിയാം. പക്ഷേ
ലുഹറിനിടയിൽ വേറൊരു നമസ്കാരമുണ്ട്. ആ നമസ്കാരം നമുക്ക് ഫറളല്ലാത്തത് കൊണ്ട് നാം അത്ര നിഷ്ഠയോടുകൂടി പാലിക്കാറില്ലെങ്കിലും ആ നമസ്കാരത്തെ വളരെ പ്രാധാന്യപൂർവ്വം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നമസ്കാരത്തിൻ്റെ പേര് സലാത്തുൽ ലുഹ എന്നാണ്. ലുഹ, അത് ലുഹായുടെ നേരത്ത് നമസ്കരിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഏതാണ് ആ ലുഹ നേരം? അതൊരു ചോദ്യമായി വരികയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദേ ലുഹ നിസ്കാരത്തിൻ്റെ കൃത്യമായ സമയം എപ്പോഴാണ്? ലുഹറിന് മുമ്പ് നിസ്കരിക്കണ നിസ്കാരമെന്ന് പലർക്കും അറിയാം, ഉദിച്ചതിന് ശേഷം നിസ്കരിക്കണ നിസ്കാരമൊന്നും അറിയാം. പക്ഷേ അത് ശരിയായ സമയം ഏതാ എന്ന് പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ഉദയത്തിന് ശേഷം സൂര്യൻ വെളിച്ചം വെക്കുന്നതോടുകൂടി സൂര്യൻ ഉദിച്ചതിൻ്റെ പൂർണ്ണതയെത്തുന്നത്, സൂര്യൻ്റെ ഉദയത്തിൻ്റെ വ്യത്യസ്തമായ പ്രതലങ്ങൾ, അതിൻ്റെ സമയങ്ങൾ, സ്ഥാനങ്ങളെയൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആരാധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആരാധന അനുവദിക്കാത്ത വിധത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. അഥവാ സൂര്യൻ്റെ സഞ്ചാരഗതികളെ നമസ്കാരത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് പോലും ആധാരമാക്കപ്പെട്ടിട്ടുണ്ട് ദീനിൽ. സൂര്യനെ ആരാധിക്കാത്ത മതമായിരിക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സൂര്യനെ അല്പം പോലും ആരാധിക്കില്ല. പക്ഷെ സൂര്യൻ്റെ വരവ് പോക്കിൻ്റെ ഗതികളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആരാധനകളെ നിയന്ത്രിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് നമ്മുടെ ഫജർ, പ്രഭാതം പൊട്ടിവിടരുന്ന ഇരുളിൻ്റെ ശാന്തതയെ പൊട്ടിച്ചിതറുന്ന ഫജർ. ആ ഫജർ പുറകെ വരും. ഇപ്പം പൊട്ടിച്ചിതറുകയാണ്. രാവിൻ്റെ ശാന്തതയെ പിളർത്തുന്ന ഫജർ. പക്ഷേ ആ ഫജർ വരുമ്പോൾ സുബഹി ആയിട്ടില്ല, സൂര്യൻ്റെ ഉദയം സംഭവിച്ചിട്ടില്ല. അങ്ങനെ ആ ഫജർ നമസ്കരിച്ചതിന് ശേഷം നാം ഉദയം കാക്കുകയാണ്. ആ ഉദയത്തിനിടയിൽ സുബഹി നമസ്കരിച്ചാൽ പിന്നെ ഉദയം വരെയുള്ള സമയത്ത് നമസ്കാരങ്ങൾ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു. അത് പലർക്കും അറിയില്ല. പല ആളുകളും സുബഹി നിസ്കരിക്കാത്ത ആളുകൾ എപ്പോഴാണോ എഴുന്നേൽക്കുന്ന അപ്പാങ്ങ് നിസ്കരിക്കലാണ്. അത് വളരെ കൃത്യമായും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. സൂര്യൻ്റെ ബിംബം ഉദിച്ചുയരുന്ന സമയത്ത്, ആ ഉദയ സമയത്ത് ആ സൂര്യനെ നോക്കി പ്രാർത്ഥിച്ച് സൂര്യന് പൂജയർപ്പിക്കുന്ന ആളുകളുണ്ട്. ആ ഉദയ സമയം നമസ്കാരം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിൽ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു. പല സുഹൃത്തുക്കൾക്ക് അറിയാത്തതാണത്. പറഞ്ഞാൽ പല ആളുകൾക്ക് ചിലർക്ക് അത് ഇഷ്ടപ്പെടാതെ വരാറുണ്ടെന്ന് ചിലർ പറയാറുണ്ട്. ഇത് നമസ്കാരത്തിൻ്റെ സമയമല്ല, കറാഹത്താണെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന സമയം, സൂര്യൻ നട്ടുച്ചയോടടുക്കുന്ന സമയം, നട്ടുച്ചയിൽ നിൽക്കുന്ന സമയം, അത് നട്ടുച്ച പിന്നിടുന്നത് വരെ, സൂര്യൻ അസ്തമിക്കുന്ന സമയം, ഇതൊക്കെ അസർ നമസ്കാരം അസ്തമിക്കുന്ന സമയത്ത്, സുബഹി നമസ്കാരം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമസ്കരിച്ചുകൂടാ, അസ്തമിക്കുന്ന സമയത്ത് അസർ നമസ്കരിച്ചുകൂടാ. അപ്പം അന്നത്തെ ഫർളായ നമസ്കാരം പോലും, അസറിൻ്റെ ഫർള് നമസ്കാരം അസ്തമയ സമയത്ത് നിസ്കരിച്ചാൽ അത് ശരിയാകുന്നത് കറാഹത്തോടു കൂടിയാണ്. അത് തഹരീമാണ്, ഹറാമിനോടെടുത്ത കറാഹത്തോടു കൂടിയാണ്. പലർക്കും അതറിയില്ല. അസ്തമിക്കുമ്പോൾ നമസ്കരിക്കരുതെന്നർത്ഥം, ഉദിക്കുമ്പോൾ നിസ്കരിക്കരുതെന്നർത്ഥം, നട്ടുച്ചയ്ക്ക് നിസ്കരിക്കരുതെന്നർത്ഥം. എന്താണ് അതിനർത്ഥം? സൂര്യൻ്റെ സഞ്ചാരഗതി, സൂര്യൻ ഒരു വലിയ പ്രതിഭാസമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സാരാംശങ്ങളെ നിയന്ത്രിക്കുന്നതിൽ, ഭാഗധേയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സൂര്യനൊരു ഇടപെടലുണ്ട്. ആ സൂര്യൻ്റെ ഇടപെടൽ സ്വന്തമല്ല. സൂര്യൻ്റെ ഇടപെടലിനെ സൂര്യനിലൂടെ അള്ളാഹു നമ്മുടെ ജീവിതക്രമത്തിൻ്റെ താളത്തെ അള്ളാഹു സംവിധാനിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സൂര്യനെ ആരാധിക്കരുത്. പ്രത്യക്ഷത്തിൽ സൂര്യനാണ് നിങ്ങളിൽ ഇടപെടുന്നത്, പക്ഷെ സൂര്യനല്ല യഥാർത്ഥത്തിൽ ആ ഇടപെടൽ ശക്തി. സൂര്യനെ ഇടപെടിയിക്കുന്ന ശക്തി അള്ളാഹുവാണ്. ലാ തസ്ജുദൂ ലിശംസ് വലാ ലിൽ ഖമർ. നിങ്ങൾ സൂര്യനെ ആരാധിക്കരുത്, സുജൂദ് ചെയ്യരുത്. സൂര്യൻ്റെ സുജൂദ് ഇന്ന് നമ്മുടെ വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ പോലും എത്ര സാർവത്രികമാണ്. സൂര്യ നമസ്കാരം യോഗയുടെ ഭാഗമാക്കി വച്ചിരിക്കുന്നു. എന്നിട്ട് യോഗയെ നിർബന്ധമായും പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നു. സൂര്യൻ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം മാത്രമാണ്. സൂര്യൻ പടച്ചവനല്ല. സൂര്യനെ ദൈവമാക്കുന്ന, ഭഗവാനാക്കുന്നവരോട് നിങ്ങൾ സൂര്യനെ ഭഗവാനാക്കരുതേ. പാവം സൂര്യൻ. ഭഗവാനാകാൻ ആവശ്യമായതോ ഒരു ഘടകവും അതിലില്ല. സൂര്യനെ എത്രമാത്രം നമ്മൾ വിശ്ലേഷിച്ചാലും വശംസി, സൂര്യനാണ്. സൂര്യൻ ഒരു പ്രതിഭാസമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. സൂര്യനെ നിങ്ങൾ എത്ര വിശ്ലേഷിച്ചാലും, സൂര്യനെ നിങ്ങൾ എത്ര അപഗ്രഥിച്ചാലും, ആ സൂര്യനിൽ ദൈവമാകാൻ ആവശ്യമായ ഒരു കണിക പോലും നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല.
ഇത്ര വളരെ കൃത്യമായ ചിട്ടപ്പടിയിൽ ലക്ഷോപലക്ഷം വർഷങ്ങളായി നമ്മുടെയൊക്കെ കിഴക്ക് ചക്രവാളത്തിൽ ഉദിച്ച് പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കാൻ മാത്രം കൃത്യമായ അച്ചടക്കം പാലിക്കാൻ പാകത്തിന് അതിനെ ക്രമീകരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു അച്ചടക്ക സംവിധാനത്തിൻ്റെ ഒരു കണിക പോലും ആ സൂര്യനെ മുഴുവൻ വിശ്ലേഷിച്ച് അതിനെ മുഴുവൻ നിങ്ങൾ അപഗ്രഥിച്ചാലും അതിനകത്ത് കാണാൻ കഴിയില്ല. ഒരു ഘടകത്തിൽ പോലും എന്തെങ്കിലും ബൗദ്ധികമായ ഒരു ഫാക്ടർ ഉണ്ടെന്ന് എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാ സൂര്യൻ ഭഗവാനാവുക? പിന്നെങ്ങനെയാണ് സൂര്യൻ ദൈവമാവുക? പിന്നെങ്ങനെയാണ് സൂര്യ നമസ്കാരം ബുദ്ധിപരമാവുക? അതുകൊണ്ട് സൂര്യനല്ല പ്രശ്നം, സൂര്യനല്ല കൺട്രോൾ ചെയ്യുന്നത്, സൂര്യനെ സ്വയം നിയന്ത്രിക്കുന്നത് സൂര്യനല്ല. സൂര്യനെ സ്വയം നിയന്ത്രിക്കുന്നത് സൂര്യനാണെങ്കിൽ സൂര്യനിലെ ഏത് ഘടകമാണ് അതിനെ നിയന്ത്രിക്കുന്നത്? സൂര്യനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. സൂര്യ ഗവേഷണ രംഗത്തൊക്കെ നമ്മൾ വളരെ മുന്നേറിയിട്ടുണ്ടല്ലോ. അത് സൂര്യൻ്റെ വ്യത്യസ്തമായ ലെയറുകൾ പഠിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ കോറുകൾ പഠിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ വ്യത്യസ്തമായ അതിൻ്റെ ഓരോ എത്ര കിലോമീറ്ററുകളിലേക്ക് അത് വ്യാപിച്ചു കിടക്കുന്നു എന്ന് പഠിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിലെ ഹീലിയത്തെക്കുറിച്ച് പഠിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതിലെ ഹൈഡ്രജനെ കുറിച്ച് പഠിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത് രണ്ടും കൊണ്ടും കൊടുത്തുമാണ് അത് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല, അങ്ങനെ ഇത് കൊടുത്തും കൊണ്ടും അവസാനം അത് തീർന്നു പോകുന്ന ഒരു സ്ഥിതി വരുമെന്നും അതിന് അവസാനം സൂര്യമരണം വരുമെന്നും ഹീറ്റ് ഡെത്ത് സംഭവിക്കുമെന്നും ഒക്കെ പഠിക്കപ്പെട്ടിട്ടുണ്ട്. പാഠപുസ്തകങ്ങളിൽ ഡിഗ്രിക്കൊക്കെ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട് സൂര്യമരണം. അത് പരിശുദ്ധ ഖുർആന്റെ വളരെ കൃത്യമായ പ്രഖ്യാപനമാണ്. സൂര്യമരണം ഇവിടെ ഉണ്ടാവും, ഹീറ്റ് ഡെത്ത് എന്ന് ഇവിടെ ഉണ്ടാകും. അതൊക്കെ വളരെ കൃത്യമായ നിലയിൽ നമ്മോട് പറയപ്പെട്ടിട്ടുള്ളതാണ്. സൂര്യന് ജീവിക്കാൻ മാത്രമല്ല കഴിയുക, അതിന് മരിക്കേണ്ടി വരും. മരിക്കുന്നവൻ ദൈവമാകുമോ? ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളോട് അള്ളാഹു പറയുകയാണ്, വശംസി, സൂര്യൻ ഒരു പഠന വിഷയമാണ്. സൂര്യൻ ഒരു പഠന വിഷയമാണ്. അള്ളാഹുവിൻ്റെ കയ്യിലെ കളിപ്പാവയാണ്. അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് വിധേയമായി ചരിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഒരു ഘടകം മാത്രമാണ്. അതിന് ദൈവമാണെന്ന് പറയുന്നവർക്ക് അതിലെ ദിവ്യത്വത്തിൻ്റെ എന്തെങ്കിലും ഒരംശം അതിലുണ്ടെന്ന് തെളിയിക്കാനാകുമെങ്കിൽ അത് പറയാൻ പറ്റൂ. എന്നിട്ടും വലിയ IAS സൂര്യനെ ദൈവമാക്കുക. അച്ചടക്കമുള്ള ഒരു വസ്തുവിൻ്റെ അച്ചടക്കം കണ്ടിട്ട് അത് വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് അതിനെ ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു സങ്കടമാണ്. അങ്ങനെ നമ്മൾ കാറിനെ ദൈവമാക്കേണ്ടി വരും. എത്ര ഡിസിപ്ലിനിലാണ് നമ്മൾ പറയുന്ന പോലെ അല്ലേ? വിമാനത്തെ ദൈവമാക്കേണ്ടി വരും. എത്ര വളരെ കൃത്യമായിട്ടും ഡിസിപ്ലിനറിയാണ് ആ വിമാനത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും. അത് കാണാത്ത അതിൻ്റെ പിന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു റിമോട്ട്, ഒരു വിമാനം കണ്ടിട്ട്. മനുഷ്യനിന്ന് അങ്ങനെയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ഇതൊക്കെ ഞങ്ങളെല്ലാത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ വശം കണ്ടുപിടിച്ചു പോയി. മനുഷ്യനിന്ന് അങ്ങനെയാണല്ലോ. അള്ളാഹുവിനെ അറിയാത്ത മൂഢന്മാർ ഞങ്ങൾ പ്രവർത്തനത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഈ പ്രകൃതിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള അതിൻ്റെ പ്രവർത്തന വശം കണ്ടുപിടിച്ച ഞങ്ങൾക്ക് ഇനി അതിൻ്റെ പിന്നിൽ ദൈവമാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ ദൈവമില്ലാന്നു. ഇതൊക്കെയാണ് ഇന്ന് ആധുനിക ഊളകളുടെ യുക്തിവാദം. ആധുനികന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെ ഒരു വസ്തുവിൽ അതങ്ങനെ പ്രവർത്തിക്കാൻ കാരണമായി തീരുന്ന അതിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രകൃതിയിൽ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന്, അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു ദൈവമില്ല എന്ന്. അപ്പം അങ്ങനെയാണ് റിമോട്ടിലോടുന്ന ഒരു വിമാനം, അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം ആകാശത്തോടെ ചീറി നടക്കുന്നത്. ഇപ്പോൾ ഡ്രോണുകളുടെ ഒരു ആഘോഷകാലമാണല്ലോ. യുദ്ധത്തിൻ്റെ കെടുതികൾ വാരിവിതറിക്കൊണ്ട് ഇറാനിലും ഇസ്രയേലിലുമൊക്കെ ഡ്രോണുകൾ, ആളില്ലാ വിമാനങ്ങൾ എന്തെന്ത് നാശങ്ങൾ, നഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നെല്ലാവർക്കും ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയും. പക്ഷേ അതിലൊരാൾ പോലുമില്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരാളുടെ മുമ്പിൽ ഈ ഫ്ലൈറ്റ് ദൈവമാണ്. യാത്രാക്കുറിപ്പുകളിൽ എനിക്ക് തോന്നുന്നു SK പൊറ്റക്കാടാണോ എന്നറിയില്ല, മലയാളത്തിലെ പ്രമുഖനായ ഒരു യാത്രക്കാരൻ, ഒരു യാത്രാ സാഹിത്യകാരൻ ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം ഏതോ ഒരു കാട്ടിൽ ജീവിക്കുന്ന വനവാസികൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടു.
അവരുടെ തലയ്ക്ക് മുകളിലൂടെ വിമാനം കടന്നു പോകുമ്പോൾ അവൾ വളരെ ഭക്തിയോടുകൂടി അതിന് നേരെ കൈകൂപ്പുന്നു എന്ന് പറഞ്ഞു. വിമാനാരാധനയാണത്. കാരണം എന്താ? അതിൻ്റെ പിന്നിൽ ഒന്നും പ്രവർത്തിക്കാതെ ആകാശത്തിലൂടെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ കടന്നു പോകുന്ന വിമാനം അവർക്ക് ദൈവമായത് എങ്ങനെയോ അങ്ങനെയാണ് തലയ്ക്ക് മുകളിലൂടെ ഉദിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ പൊട്ടന്മാർക്ക് ഈ നാട്ടുജാതിക്കും ദൈവമായത്. അത്രയേ ഉള്ളൂ. കാരണം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വിമാന ദൈവം അവരുടെ ദൈവമാണത്. അതുപോലെ തന്നെ ഇതുപോലെ കടന്നു പോകുന്ന സൂര്യൻ ഈ വിഡ്ഢി പരീക്ഷകൾക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമുക്ക് നമ്മുടെ ഈമാനിന് തന്ന മധുരം എത്ര വലുതാണ്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര IAS കാരനായാലും, എത്ര MBA കാരനായാലും, എത്ര എഞ്ചിനീയർ ആയാലും, ഏത് ഡോക്ടറായാലും ഈ സൂര്യൻ്റെ ഭഗവാനാന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുമ്പിൽ കൈകൂപ്പുന്ന ഗതികേടിലല്ലേ മനുഷ്യൻ ഇന്ന് എത്തി നിൽക്കുന്നത്. ഈമാനിനെ അള്ളാഹു എന്താണെന്ന് വളരെ കൃത്യമായി പ്രകൃതിയും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ് എന്താണെന്ന് നമ്മെ കൃത്യമായി പഠിപ്പിച്ചു തന്ന നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നെങ്കിൽ നാം എത്ര ബുദ്ധിയുള്ളവരായാലും, നാം എത്ര ഡോക്ടറായോ എഞ്ചിനീയറോ MBA കാരനോ അതിനപ്പുറത്ത് ആരായാലും അവൻ ഈ പ്രകൃതി വസ്തുക്കളുടെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനാവാത്തതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ പൂജ ചെയ്യുന്ന ആരാധകന്മാരായി മാറുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ഇന്നും ജീവിക്കുന്ന. ഇത്രയും ലോകവും ശാസ്ത്രവും പുരോഗമിച്ചിട്ടും പക്ഷേ യഥാർത്ഥത്തിൽ ഈ സൂര്യൻ ഒന്നുമല്ല. അതുകൊണ്ട് സൂര്യനെ അള്ളാഹു സത്യം ചെയ്യുമ്പോൾ സൂര്യൻ അള്ളാഹുവിൻ്റെ കൈകളിലെ ഒരു ഉപകരണം മാത്രമാണെന്ന് നമ്മെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളുണ്ട്, വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട്. ഉദിക്കുന്നതിന് മുമ്പ് വെള്ളകീറുന്ന, ഉദയത്തിന് മുമ്പുള്ള ഒരു സമയമുണ്ട്, ചക്രവാളങ്ങളിൽ വെള്ളകീറും. ആ സമയത്താണ് നമ്മുടെ പ്രഭാതം നമസ്കാരം ആരംഭിക്കുന്നത്. ആ സമയം നോക്കി നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബറക്കത്ത് അവിടെ തുടങ്ങുന്നുവെന്ന് നോക്കൂ. സൂര്യൻ്റെ ഉദയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആ സമയത്ത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം ചൊരിയപ്പെടുന്ന സമയമായി അള്ളാഹു വെച്ചിരിക്കുന്നു. സൂര്യനല്ല ചൊരിയുന്നത്, പക്ഷെ സൂര്യൻ്റെ വരവ് പോക്ക് സമയങ്ങളിൽ അള്ളാഹു അക്കാര്യങ്ങൾ നിർണയിച്ചിരിക്കുകയാണ്. ഇതാണ് ഇസ്ലാം. അതുപോലെ തന്നെ സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കരിച്ചതിന് ശേഷം പിന്നെ സുന്നത്ത് നമസ്കാരമില്ല. ഉദയം ആരംഭിച്ചാൽ പിന്നെ നമസ്കാരം പാടില്ല, മക്രൂഹ് തഹരീമാണ്. പിന്നെ സുബഹിയുടെ ഉദയത്തിനാവശ്യമായി വരുന്ന സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ എത്തിച്ചേരാൻ 8 മിനിറ്റ് വേണമെന്നാണ്. ഒരു 10-15 മിനിറ്റ് എന്നാണ് നിർണയിക്കപ്പെട്ടിരിക്കുന്നത് മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞത്. ആ സമയം വരെ ഉദിക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ ഏർപ്പെടുന്നത്. ഉദയം പൂർണ്ണമാകുന്നത് വരെ നമ്മൾ നമസ്കാരം പോലും അനുഷ്ഠിക്കരുത്. അതിനുശേഷം നമ്മൾ നമസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. ഹത്താ ഇദാ, അതിൻ്റെ പേരാണ് സ്വലാത്തുൽ ഇഷ്റാഖ്. ഹത്താ ഇദാ ഷംസുൻ ബദത്കറു മൈഹിന സല്ലാലി ഇഷ്റാഖിൻ വഖുർആനൻ തലാ. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം, മലയാളക്കര കണ്ട ഏറ്റവും മഹാനായ പണ്ഡിതൻ, കർമ്മശാസ്ത്ര ലോകത്തെ ഒരു സാമ്രാട്ട്, വിദേശ അറബിക് സർവകലാശാലകളിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ മുഈനാണ് കർമ്മശാസ്ത്രത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമായി പഠിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗ്രന്ഥമുണ്ട്, തസവൂഫിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, അതിൻ്റെ പേര് അദിക്കിയ എന്നാണ്. അദ്ദേഹം ഒരു മനുഷ്യ ജീവിതത്തെ ആത്മീയമായി മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നു, അവൻ്റെ പ്രഭാതം തുടങ്ങുമ്പോൾ സുബഹി നമസ്കാരാനന്തരം ഇഷ്റാഖ് നമസ്കരിക്കണം എന്ന്. ഹത്താ ഇദാ ഷംസുൻ ബദത് കറുമൈഹിന, സൂര്യൻ ഒരു 2 കുന്തപ്പാട് ഉയരത്തിലേക്ക് ഉദിച്ചുയർന്നാൽ അതാണ് അതിൻ്റെ സമയം പറയുന്നത്. അതാണ് ഇഷ്റാഖ്. അത് ളുഹയല്ല, അത് ഇഷ്റാഖാണ്. അതായാൽ സല്ലാലി ഇഷ്റാഖിൻ, അവൻ ഇഷ്റാഖ് നമസ്കരിക്കണം. ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ്റെ പ്രകാശമുള്ള ചൂടില്ലാത്ത സന്ദർഭത്തെയാണ് ഇഷ്റാഖിൻ്റെ സമയമെന്ന് പറയുന്നത്. ചൂട് തുടങ്ങും മുമ്പേ പ്രകാശം പ്രസരിച്ച് നിൽക്കുമ്പോൾ തന്നെ ചൂടും അതിൻ്റെ ജ്വലനവും ആരംഭിക്കുന്നതിന് മുമ്പേ ഉള്ള സമയത്തെയാണ് ഇഷ്റാഖിൻ്റെ സമയമെന്ന് പറയുക. ആ സമയത്തൊരു നമസ്കാരം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ നമസ്കാരം അന്നത്തെ ജീവിതത്തിൽ വലിയ പ്രഭാതത്തിൻ്റെ പകലിൻ്റെ തുടക്കത്തിലുള്ള ആരാധനകൾ അന്നത്തെ പകലിൻ്റെ ജീവിത വ്യവഹാരങ്ങളിൽ വലിയ ആനുകൂല്യങ്ങളും എളുപ്പവും സമ്മാനിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചിട്ട് കൂറക്കം വലിച്ചുറങ്ങും. സുബഹിക്ക് എഴുന്നേറ്റാൽ തന്നെ ഒരിക്കലും ഉറങ്ങാൻ പാടില്ലാത്ത ആ വിലപ്പെട്ട സമയങ്ങളിൽ ഉറങ്ങും. എന്നിട്ട് അന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തിയാണ് ഈ സമുദായം സുബഹി കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നത്. സുബഹി വെച്ചത് തന്നെ ആ സമയം കളയാതിരിക്കാനാണ്. സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് ആ സമയത്തെ പാഴാക്കുകയാണ്. വെട്ടിയിട്ട പോലെ വീണ്ടും നമ്മൾ ഉറങ്ങുകയാണ്. അതൊക്കെ വലിയ അപകടമാണ്. അതൊക്കെ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ
വളരെ മോശമായ നിലയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് സുബഹി നമസ്കാരത്തിൻ്റെ സമയം, സുബഹി നമസ്കാരത്തിന് ശേഷം ഇഷ്റാഖിൻ്റെ സമയം നോക്കൂ. സൂര്യൻ്റെ സഞ്ചാരഗതികളെ ആധാരമാക്കിക്കൊണ്ടാണ് ഇതൊക്കെ വെച്ചേക്കണത്, അത് ഇബാദത്തുകളൊക്കെ വെച്ചേക്കണത്. എന്നാലും നമ്മൾ സൂര്യനെ ഒട്ടും ആരാധിക്കൂല. നോക്കൂ, സൂര്യനെ അല്പം പോലും ആരാധിക്കില്ല. കാരണം ഈ സൂര്യന് ഇതിലൊരു റോളും ഇല്ല. പക്ഷെ സൂര്യനെ ആധാരമാക്കിയല്ലാതെ നമുക്കൊരു ആരാധനയുമില്ല. ഇതിനെ കൃത്യമായി ഇസ്ലാം അല്ലാതെ വേറെങ്കിലും ഒരു ശക്തി ഇതിനെ വേറെ ആർക്കെങ്കിലും ഇതിനെ വിവേചിച്ചെടുക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ ആരാധന വേറെ, ആദരവ് വേറെ, അത് വേറെയാണ്. ഇതെല്ലാം വളരെ കൃത്യമായി നിർവചിക്കുന്ന, വിവേചിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം. സൂര്യൻ്റെ ആരാധന വേറെ, സൂര്യൻ്റെ സഞ്ചാരക്രമത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള നമ്മുടെ ആരാധന വേറെ. ഇത് വളരെ കൃത്യമായി. സൂര്യനോട് നമുക്കൊരു വെറുപ്പുമില്ല, സൂര്യനോട് നമുക്ക് ശത്രുതയൊന്നുമില്ല. സൂര്യൻ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ അത് സ്വന്തമായിട്ടല്ല. വശംസി, സൂര്യനാണ് സത്യം. സൂര്യൻ എന്ന പ്രതിഭാസം അത് പ്രവർത്തിക്കുന്നു. പക്ഷേ ആ ഇസ്റാഖ് പിന്നിട്ടിട്ട് ലുഹ എന്ന് പറയുന്നത് സൂര്യന് ഒരൽപ്പം ചൂട് വയ്ക്കുന്ന സമയമാണ്. സൂര്യൻ ഒരൽപ്പം ചൂട് വെക്കുന്ന സമയത്തിനാണ് ലുഹ എന്ന് പറയുന്നത്. സൂര്യനാണ്, സൂര്യൻ്റെ ജ്വലിക്കുന്ന പ്രകാശമാണ് സത്യം. പ്രകാശത്തോടൊപ്പം അതിൻ്റെ ജ്വലനവും കൂടി ആരംഭിക്കുന്ന സമയമാണ് സത്യം എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതൊക്കെ പ്രകൃതിയെ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസം അവൻ്റെ പ്രകൃതിയിലേക്ക്, അവൻ്റെ ചിന്തയെ, അവൻ്റെ മസ്തിഷ്കത്തെ തിരിച്ചു വെച്ചുകൊണ്ടാകണം. ആലോചിക്കാത്ത, ചിന്തിക്കാത്ത, പ്രകൃതിയോട് ബന്ധമില്ലാത്ത, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്ത ചൂടുപിടിക്കാത്ത ഒരു മുഅ്മിനിന് അള്ളാഹു എന്തെന്നോ, ഈ പ്രകൃതിയിൽ തൻ്റെ ഇടമെന്തെന്നോ, അള്ളാഹുവും പ്രകൃതി വസ്തുക്കളും തമ്മിലുള്ള ബന്ധം എന്തെന്നോ, അവയെ എങ്ങനെ അള്ളാഹു നമുക്ക് വേണ്ടി അനുകൂലമാക്കിയിട്ടുണ്ടെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. ഈ ചിന്തകളില്ലാത്തത് കൊണ്ടാണ് ദൈവവിശ്വാസം ഒരു പ്രാകൃതമായി, അല്ലെങ്കിൽ ദൈവവിശ്വാസം ഒരു അന്ധവിശ്വാസമായി ഒക്കെ നമുക്ക് തോന്നാൻ കാര്യം. എത്ര മനോഹരമായ ചിന്താ വിഷയമാണ്, എത്ര വലിയ ശാസ്ത്ര പഠനം പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ വിഷയങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. സൂര്യനാണ് സത്യമെന്ന് പറയുമ്പോൾ സൂര്യൻ നമ്മുടെ വലിയ പഠന വിഷയമാകണം. അതിൻ്റെ പ്രകാശത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ നമ്മുടെ പഠന വിഷയമാകണം. അള്ളാഹു സൂര്യനെയും സൂര്യൻ്റെ പ്രകാശത്തെയും പിടിച്ചാണ് ആദ്യം സത്യം ചെയ്തത്. രണ്ടാമത് പറയുന്നു വൽ ഖമരി ഇദാ തലാഹ. വൽ ഖമരി, ചന്ദ്രനാണ് സത്യം. ഇദാ തലാഹ, അതിൻ്റെയും വെട്ടം തന്നെ സത്യം എന്നല്ല അള്ളാഹ് പറഞ്ഞത്. പറയാലോ, സൂര്യനും അതിൻ്റെ പ്രകാശവുമാണ്, ചന്ദ്രനും അതിൻ്റെ വെളിച്ചവുമാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്താ? വൽ ഖമരി, ചന്ദ്രനാണ് സത്യം. ഇദാ തലാഹ, ആ ചന്ദ്രൻ ആ സൂര്യനെ ഫോളോ ചെയ്യുമ്പോൾ ഉള്ള ചന്ദ്രനാണ് സത്യം. നോക്കൂ, ചന്ദ്രൻ സൂര്യനെ ഫോളോ ചെയ്യുകയാണ്. ചന്ദ്രന് സ്വന്തമായ നിലയിൽ ഒരു പ്രകാശമില്ല. ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രനാണ്. ചന്ദ്രൻ അതിൻ്റെ ഉപഗ്രഹമാകുമ്പോഴുള്ള ചന്ദ്രൻ എന്നർത്ഥം. അത് ഗ്രഹമാണ്, ഇതതിനെ ഫോളോ ചെയ്യുന്ന ഉപഗ്രഹമാണ്. ഇതാ തലാഹ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉപഗ്രഹമായ ചന്ദ്രനെ തന്നെയാണ് സത്യമെന്ന. പരിശുദ്ധ ഖുർആൻ ഇത് ഒരു ഗ്രഹത്തെ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഉപഗ്രഹത്തെ പറഞ്ഞത് അതിനെ ഫോളോ ചെയ്യുന്ന, തലായത്തുലു തിലാവ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക എന്ന. ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഫോളോ ചെയ്യുക എന്ന. പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ വിരൽ അതിൻ്റെ വരികൾക്ക് അടിയിലൂടെ വെച്ചതിനെ നമ്മൾ ഫോളോ ചെയ്യും. ടെസ്റ്റിനെ ഫോളോ ചെയ്യുക, ഫോളോ ദ ടെസ്റ്റ് എന്നാണ് വായനയെ ഇംഗ്ലീഷുകാർ പറയുക. നല്ല മനോഹരമായ പരിഭാഷയാണിത്, ഫോളോ ദ ടെസ്റ്റ്. വമാ തിലാവത്തുൽ ഖുർആൻ, ഫോളോ ദ ഖുർആൻ എന്നാണ്. ആ ഫോളോ ആണ് ഇവിടെ അല്ലാഹ് പറഞ്ഞത്. ഒമാ തലാഹ, ചന്ദ്രനാണ്. ഒമാ തലാഹ, സൂര്യനെ ഫോളോ ചെയ്യുന്ന തിലാവത്ത്, ഖുർആനിൻ്റെ തിലാവത്ത് എന്ന് പറഞ്ഞ അതേ പദം. ഒമാ തലാഹ, സൂര്യനെ തിലാവത്ത് ചെയ്യുന്ന ചന്ദ്രനാണ് സത്യം. സൂര്യനെ തിലാവത്ത് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പാരായണം എന്ന് നമ്മൾ പറയുന്നത് ആശയാർത്ഥമാണ്. ഫോളോ ചെയ്യുക എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. സൂര്യനെ ഫോളോ ചെയ്യുന്ന ചന്ദ്രനാണ് സത്യം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്, സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുമ്പോൾ സൂര്യൻ, ഇങ്ങനെ അതിനെ ഫോളോ ചെയ്ത് എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത് ഉദിക്കുന്നത് എന്നതിനെ അനുധാവനം ചെയ്തുകൊണ്ട് അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ചന്ദ്രചലനം. അതൊരു ഉപഗ്രഹം മാത്രമാണ്, സ്വയംഗ്രഹമല്ല, ഉപഗ്രഹമാണ് എന്ന് ഒമാ തലാഹയിലൂടെ 1500 കൊല്ലം മുമ്പാണ് ഇത് പറയണേ.
ഈ തിരിച്ചറിവൊന്നും 14 നൂറ്റാണ്ട് മുമ്പ്, ഒരു 100-200 കൊല്ലം മുമ്പ് എന്ത് ഗ്രഹവും ഉപഗ്രഹവും ആളുകൾക്കറിയാം. അന്നല്ല പറയുകയാണ് ഒമാ തലാഹ വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ. അതോടൊപ്പം തന്നെ ഈ ഫോളോ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട അർത്ഥം ഇന്ന് ലോകം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. സൂര്യന് സ്വന്തമായി പ്രകാശമുണ്ട്, പക്ഷേ പ്രകാശം രാത്രിയിൽ സൂര്യൻ പകലിനെ പ്രകാശിപ്പിക്കുമ്പോൾ ചന്ദ്രൻ രാവിനെ പ്രകാശിപ്പിക്കുകയാണ്. പക്ഷേ ആ പ്രകാശം സ്വന്തമല്ല. തലാഹ, സൂര്യനെ ഫോളോ ചെയ്തിട്ട. എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ 1400 കൊല്ലം മുമ്പ് ഇങ്ങനെ ഈ വാക്കുകൾ കൃത്യതയോടുകൂടി മാറ്റി പറഞ്ഞില്ലെങ്കിൽ ഈ ഖുർആനെ ആരെങ്കിലും തള്ളിക്കളയുമായിരുന്നു, നിരാകരിക്കുമായിരുന്നു? ഈ ഖുർആന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഓരോ വാക്കും പഠിക്കുക, ഓരോ വാക്കും വിശകലനം ചെയ്യുക. ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വ്യത്യസ്തതകളെ, വ്യത്യസ്തമായ ധർമ്മം നിർവഹിക്കുന്ന, പകലിനെ പ്രകാശിപ്പിക്കുന്ന, പകലിന് വെളിച്ചം വിതറുന്ന, പകലിൻ്റെ പ്രകൃതിയിലെ വസ്തുക്കൾക്ക് വളർച്ചയും വികാസവും സമ്മാനിക്കുന്ന, എന്നാൽ രാത്രിയിൽ ഏതാണ്ട് അതിനനുയോജ്യമായ ഏതാണ്ട് സാധർമ്മ്യം നിർവഹിക്കുന്ന ചന്ദ്രൻ. ഇത് രണ്ടും വ്യത്യസ്തതകളുടെ പ്രതീകങ്ങളാണ് അള്ളാഹു പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മോട് പറയാൻ പോകുന്നത്, ബാഹ്യമായ പ്രകൃതിയിൽ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്, അവയുടെ സംയോജനങ്ങളുണ്ട്, അവയുടെ ബാലൻസിങ് ഉണ്ട്. ഇതുപോലെ വന്നഹാരി ഇദാ ജല്ലാഹ, പകലിനെ തന്നെയാണ് സത്യം, അത് സൂര്യനെ തെളിച്ച് കാട്ടുമ്പോൾ. വല്ലൈലി ഇദാ യഗ്ഷാഹ, രാവാണ് സത്യം, സൂര്യനെ അത് ഒളിച്ചു വയ്ക്കുമ്പോൾ, മറച്ചു വയ്ക്കുമ്പോൾ. ഇങ്ങനെ വളരെ ആലങ്കാരികവും മനോഹരവുമായ പ്രയോഗങ്ങളിലൂടെ വസ്സമായി വമാ ബനാഹ, ആകാശമാണ് സത്യം, അതിനെ സംവിധാനിച്ച്, അതിനെ നിർമ്മിച്ച് അണിയിച്ചൊരുക്കിയ വസ്സമായി വമാ ബനാഹ, ആകാശവും അതിനെ നിർമ്മിച്ച സംവിധാനിച്ച രൂപവുമാണ് സത്യം. കൈഫ ബനൈനാഹ, കൈഫിയത്താണ് സത്യം. അങ്ങനെയാണ് അതിനർത്ഥം. അതിനെ സംവിധാനിച്ച രീതിയുമാണ് സത്യം. വൽഅർള വമാ തഹാഹ, ഭൂമി അതിനെ അണിയിച്ചൊരുക്കിയ രീതിയാണ് സത്യം. ഇതൊക്കെ പഠിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. വനഫ്സിൻ വമാ സവ്വാഹ, കാതൽ അവിടെയാണ് കേട്ടോ. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യ മനസ്സാണ് സത്യം. അതിനെ ബാലൻസ് ചെയ്ത രീതിയാണ് സത്യം. ബാലൻസ് ചെയ്തത് മനസ്സിനെങ്ങനെ ബാലൻസ് ചെയ്തു? മനസ്സിൻ്റെ ബാലൻസ്, ഈ പ്രകൃതിയെ മുഴുവൻ ബാലൻസ് ചെയ്യുന്നു അള്ളാഹു. അതുപോലെ മനുഷ്യ മനസ്സെന്ന ഈ ഇവിടെ പറയപ്പെടുന്നു. എന്നിട്ടല്ല പറയാ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ, ആ മനുഷ്യ മനസ്സിന് അള്ളാഹു ആ മനസ്സിൻ്റെ ഒതുക്കം, മാനുഷികമായ അടക്കവും നൽകി, തഖ്വ നൽകി, അച്ചടക്കവും നൽകി. അച്ചില് അടങ്ങുന്നതാണ് അച്ചടക്കം. തഖ്വ എന്ന് പറഞ്ഞാൽ അടക്കം നൽകി. ഓ ഫുജൂറഹ, അതിൻ്റെ ബ്ലാസ്റ്റ്, അതിൻ്റെ പൊട്ടിത്തെറിയും നൽകി. അച്ചിൽ അടങ്ങുക. ഫുജൂർ എന്ന് പറഞ്ഞാൽ എന്താ? പാപം, ഫാജിർ, പാപി എന്ന് നമ്മൾ പറയാ. ശരിയായ പദത്തിൻ്റെ അർത്ഥം പൊട്ടിത്തെറിയുന്ന. ഫൻ ഫജറത് മിൻ ഹുസ്നത, 12 ആ പാറ പൊട്ടിച്ചെതെറി. ഫജറ എന്ന് പറഞ്ഞാൽ പ്രഭാതം പൊട്ടി വിടർന്നു. അതുപോലെ തന്നെ ഫുജൂർ നമ്മൾ പറയും പാപം എന്ന്. എന്താ അതിനർത്ഥം? മനസ്സിൻ്റെ മാനസികമായ അച്ചടക്കത്തെ പൊട്ടിത്തെറിക്കുന്നു. അച്ചടക്ക വ്യവസ്ഥിതിയെ, അച്ചുകൂടത്തിൽ നിന്ന് മനുഷ്യൻ്റെ അന്തസത്ത വെളിയിൽ വരുന്നതിൻ്റെ പേരാണ് പാപം എന്ന് പറയുന്നത്. ഒതുങ്ങാൻ കഴിയാത്ത മാനസികാവസ്ഥ. അത് നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത് പ്രകൃതി, ഈ നഫ്സ്, ഈ പറയപ്പെട്ട പ്രതിഭാസങ്ങളിൽ സൂര്യൻ പോലെ, ചന്ദ്രൻ പോലെ, രാവ് പോലെ, പകല് പോലെ, ആകാശം പോലെ, ഭൂമി പോലെ പ്രപഞ്ചമായ പടർന്നു കിടക്കുന്ന മഹാപ്രതിഭാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഒന്നിനെ ചേർത്ത് വയ്ക്കുകയാണ്, മനുഷ്യ മനസ്സ്. അതിനത്രയും വലിപ്പമുണ്ടോ? ഒരു വലിയ ചിന്താ വിഷയമാണ് നമ്മുടെ മുമ്പിൽ തരുന്നത്. മനുഷ്യ മനസ്സിന് ഇത്രയും വലിപ്പമുണ്ടോ? ഈ പറഞ്ഞ വലിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ടതാണോ? 6 അടി വലിപ്പമുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉള്ളിലൊതുങ്ങുന്ന ഒരു മനസ്സ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം എങ്ങനെയാണ് അതിൻ്റെ സംവിധാനം? ഇതൊക്കെ ഈ സൂറ നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക്, മനസ്സിൻ്റെ നിഗൂഢതകൾ അറിയാൻ ശ്രമിക്കുന്നവർക്ക്, ആത്മാവിൻ്റെ പൊരുളറിയാൻ ശ്രമിക്കുന്നവർക്ക്, മനുഷ്യ ജീവിതത്തിൻ്റെ അച്ചടക്കത്തിൻ്റെയും അച്ചടക്ക ലംഘനത്തിൻ്റെയും കെടുതികൾ അറിയാൻ ശ്രമിക്കുന്നവർക്ക്, എന്തുകൊണ്ട് അച്ചടക്കം വേണമെന്ന് പറയുന്നു,
പൊട്ടിത്തെറി പാടില്ലെന്ന് നമ്മോട് പറയുന്നു എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം സൂറകളുടെ ഉള്ളറകളാണ് യഥാർത്ഥത്തിൽ അതിന് സഹായകമാവുക. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം വൈകിയതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്.